നിങ്ങളുടെ ഒരൊറ്റ വലത്തെ ചില കാല സ്വപ്നം നിങ്ങളെ മോന്, നിങ്ങളെ പ്രാർത്ഥന, നിങ്ങളെ കണ്ണീര്, നാട്ടുകാരുടെ കണ്ണീര് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണീരിന്റെ ഫലമായിട്ട്, പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് എന്താ പറയാ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഏകദേശം 30 കോടിയിലധികം പൈസ ആയിട്ടുണ്ട്. എന്താ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഇപ്പൊ ഒരു മനസ്സിനൊരു സന്തോഷം വരെ എന്താ പറയാ അല്ലേ, ഒരു ആനന്ദക്കണ്ണീരുണ്ട് ശരിക്കും അല്ലേ? മുഖം നമ്മുടെ എത്രയോ കാലമായി കാണുന്നത്. അതെ അതെ അതെ. ഇപ്പോഴാണ് ഉമ്മന്റെ മുഖം നമ്മൾ ഇത്തിരി ക്ലിയറായിട്ട് കാണുന്നത്. ഇപ്പോഴാണ് ഞാനൊരു അയൽവാസിയാണ്. നിങ്ങളുടെ അയൽവാസിയാണ്. ഈ ഉമ്മന്റെ അടുത്ത് നമ്മൾ വരില്ലേ, ഉമ്മന്റെ കണ്ണീര് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ സന്തോഷം കൊണ്ട് എല്ലാവരും സഹകരണം കൊണ്ടും ഈ നാട്ടുകാരെ എല്ലാവരും സഹകരണം കൊണ്ട് ഒരു സന്തോഷത്തിന്റെ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോഴാണ് മുഖം ഉയർത്തിയതല്ലേ, മുഖം ഉയർത്തിയത് ഇപ്പോഴാണല്ലേ. എല്ലാവർക്കും നമ്മളിത് നന്ദി എത്ര പറഞ്ഞാലും നമുക്ക് വളരെ സന്തോഷം. നമ്മൾ കണ്ണീരില്ലാതെ ഈ 18 വർഷത്തിൽ കണ്ടിട്ടില്ല. ഞാനൊരു അയൽവാസിയാണ്, വരലില്ല, ചോദിക്കുന്നില്ല. ബാക്കിയൊക്കെ ചോദിക്കാൻ പരസ്പരം ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതായത് നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു വിഷമം കൊണ്ട് അത് ചോദിക്കുമ്പോഴേക്കും അത് കരയലാണ്. ഇപ്പോഴങ്ങനെ ചിരിച്ചൊരു മുഖം കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, മലയാളികൾ ഇതിനല്ല ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ഒരുമിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം തരംഗമായതുകൊണ്ടും ആളുകൾ അറിയാൻ സാധിച്ചതുകൊണ്ടും തീർച്ചയായിട്ടും സന്തോഷം, വളരെയധികം സന്തോഷമാണ്. ഷെയർ ചെയ്തിട്ട് ഈ കാര്യം ഇതൊക്കെ നമുക്കൊരു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാന്നാണ് ഇങ്ങനെ നമ്മൾ 18 വർഷമായിട്ട് ഇത് ഈ മുഖം ഇങ്ങനെ ശില്പിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ അങ്ങനെ സ്വീകരിക്കാൻ നമ്മളെ നാട് ഒരുങ്ങി. കാരണം ഉണ്ണിയായിട്ട് കാണുന്ന സമയം നമ്മൾ ഇനി കരയുന്നില്ല. ഇനി കണ്ണീരിട്ട് ഇനി ആ കണ്ണീര് കാണരുത്. ഇനി ആ കണ്ണീര് കാണരുത്. എപ്പോഴും തെളിവോടുകൂടെ നമ്മളെ കാരണം ഇനി ആ മോനിവിടെ വരുമ്പോഴേ പക്ഷെ കാണുന്ന രംഗം നാട് എന്താവുക സ്വീകരിക്കാനുള്ള കാണുന്നുണ്ടാവും ഒരു കണ്ണീരുണ്ടാവും. വളരെ സന്തോഷിച്ച് ഇനി നിൽക്കണം. ഞാനുണ്ടാവും വന്നതേ ഈ മുഖം നമുക്ക് കാണാൻ